ഒരേ വിഷയത്തെ പല പത്രങ്ങൾ അവതരിപ്പിക്കുന്ന രീതി, അതിലെ വൈവിധ്യം, ഇതൊക്കെ വായനക്കാരിൽ കൗതുകമുണർത്താറുണ്ട്. ഈ വൈവിധ്യത്തിന് പല കാരണമുണ്ടാവാം. ഒരുപക്ഷെ പത്രത്തിൻ്റെ ശൈലി അനുസരിച്ചാവും എഴുത്ത് നടക്കുക. ഓരോ ശൈലിയും വ്യത്യസ്തമായതുകൊണ്ട് വ്യത്യസ്തമായ രീതിയിൽ എഴുതുന്നു. ഒരു കാര്യത്തെ ഏത് വീക്ഷണത്തിലൂടെ സമീപിക്കുന്നു എന്നതും പ്രശ്നമാണ്. ഒരു വാർത്തയോടുള്ള സമീപനം എന്താണോ അതനുസരിച്ചായിരിക്കും അതിൻ്റെ അവതരണം പത്രത്തിൽ നടക്കുക. കാര്യമെന്തായാലും ഈ വൈവിധ്യം വായനയെ രസകരമാക്കുന്നുണ്ട്, പത്രങ്ങൾ തമ്മിലുള്ള മത്സരത്തെ മുറുക്കുന്നുമുണ്ട്. കഴിഞ്ഞ ദിവസം കേരള തീരത്ത് ഒരു ലൈബീരിയൻ ചരക്ക് കപ്പൽ മുങ്ങിയിരുന്നു. അതിലെ ഇന്ധനവും കണ്ടെയ്നറുകളും കടലിൽ ഒഴുകി നടക്കുന്നതായിട്ടും വാർത്തയുണ്ടായിരുന്നു. ഒരു പത്രം അതിനെ എഴുതിയത് ഇങ്ങനെയാണ്: കപ്പൽ മുങ്ങി, ആശങ്ക പൊങ്ങി എന്നായിരുന്നു. ചുഴിയിൽപ്പെട്ട് കപ്പൽ അപകടം എന്നായിരുന്നു ഒരു പത്രത്തിലെ വലിയ ശീർഷകം. മറ്റൊരിടത്ത് കപ്പൽ മുങ്ങിയപ്പോൾ എന്ത് സംഭവിച്ചു എന്നുള്ള രീതിയിലാണ് എഴുതിയിരിക്കുന്നത്. കടലിൽ ഒഴുകി കണ്ടെയ്നറുകൾ എന്നായിരുന്നു ശീർഷകം. ഒരു കപ്പൽ മുങ്ങുന്നത് ഒരു ദിവസം കൊണ്ട് തീരുന്നൊരു വാർത്തയല്ല. ആ മുങ്ങാൻ തന്നെ ദിവസങ്ങൾ വേണ്ടിവരും. അതുകൊണ്ട് പല ദിവസവും ഈ വാർത്തയുടെ തുടർച്ച ഉണ്ടായിരുന്നു. ഇന്ധനം മാത്രമല്ല, കണ്ടെയ്നറിലുള്ള വസ്തുക്കളും അപകടകരമാണെന്ന് ബോധം എല്ലാവർക്കും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഒരു പത്രം ഇതിനെ കടൽക്കെണി എന്ന് വിശേഷിപ്പിച്ചത്. കേരള തീരത്ത് കടൽക്കെണി. മുങ്ങിയ കപ്പൽ ജലബോംബ് എന്നായിരുന്നു മറ്റൊരു പത്രത്തിൽ കണ്ടത്. അതുകൊണ്ട് തന്നെ ആഴിയോളം ആധി എന്ന് മറ്റൊരു പത്രം എഴുതിയിരുന്നു. കപ്പൽ അപകടം നടന്നപ്പോൾ പത്രങ്ങൾ കപ്പൽ ചരിഞ്ഞു എന്ന് എഴുതിയിരുന്നു. ഒരു പത്രം മാത്രം ചെരിഞ്ഞു എന്നാണ് എഴുതിയത്. ആനയും കപ്പലും സാധാരണമായി ചരിയുകയാണ് ചെയ്യുന്നത്. ആന ചാവുമ്പോൾ അല്ലെങ്കിൽ മരിക്കുമ്പോൾ അതിന് ആന ചരിഞ്ഞു എന്നാണ് പറയുക. നിഘണ്ടുവിൽ നോക്കുമ്പോൾ ചരിഞ്ഞു എന്ന് തന്നെയാണ് കാണുന്നത്. പക്ഷെ ഒരു പത്രത്തിൽ മാത്രം ചെരിഞ്ഞു എന്ന് എഴുതിയിരിക്കുന്നു. മൊത്തത്തിൽ ചരിയുന്നത് കൊണ്ട് ഒരു ചെരിവ് അതിൽ കൊടുത്തതായിരിക്കും എന്ന് തോന്നുന്നു. പക്ഷെ ശരിയായ പ്രയോഗം ചരിഞ്ഞു എന്ന് തന്നെയാണെന്നാണ് ഭാഷ അറിയുന്നവർ പറയുന്നത്. ഒരുപക്ഷെ പ്രാദേശിക വ്യതിയാനത്തിലൂടെ വന്ന ഒരു മാറ്റമായിരിക്കാം ഇത്. ആ മാറ്റം മറ്റ് പത്രങ്ങളെ ബാധിച്ചില്ലെന്നും ശ്രദ്ധേയമാണ്. മുങ്ങിയ കപ്പൽ ഉണ്ടാക്കിയ ആശങ്കയ്ക്ക് മുമ്പ് മറ്റൊരാശങ്ക കേരളത്തിലുണ്ടായിരുന്നു. അത് ഒരു ദേശീയപാത ഇടിഞ്ഞു താഴ്ന്നതിനെ തുടർന്നുണ്ടായ വലിയ ആശങ്കയാണ്. മലപ്പുറത്ത് കൂരിയാട്ടുണ്ടായ ഈ ഇടിഞ്ഞു താഴൽ വലിയ വാർത്തയായി എന്ന് മാത്രമല്ല, റോഡ് എവിടെയൊക്കെ ഇടിഞ്ഞു താഴുന്നു, എവിടെയൊക്കെ വിള്ളലുണ്ടാകുന്നു എന്ന കാര്യം ജനം കാര്യമായി ശ്രദ്ധിക്കാനും തുടങ്ങി. അതൊക്കെ പത്രത്തിൽ വരികയും ചെയ്തു. ഇതെന്ത് പാതകം എന്നായിരുന്നു ഒരു പത്രത്തിലെ വലിയൊരു ശീർഷകം. ഇതെന്ത് പാത എന്ന് വേണമെങ്കിലും വായിക്കാം. പക്ഷേ ഇവിടെ നടന്നിരിക്കുന്നത് ഒരു പാതകമാണെന്ന് ഉറപ്പ് പത്രത്തിനും ഉണ്ടായിരുന്നു. ജനങ്ങൾക്കും അതാണല്ലോ തോന്നിയത്. പാതകം എന്നത് കുറ്റം, പാപം എന്നൊക്കെയാണ് അർത്ഥം. പതിപ്പിക്കുന്നത് എന്നൊരർത്ഥവും അതിനകത്തുണ്ട്. നിർമ്മാണത്തിന് പിന്നിലെ പിഴവാണ് ഈ ഇടിഞ്ഞു താഴലിന് കാരണമെന്ന ഒരു ബോധം ജനമനസ്സുകളിൽ പതിഞ്ഞു കഴിഞ്ഞിരുന്നു. അതുകൊണ്ടാകാം ഈ പാതകമെന്ന് അവിടെ വന്നത്. എന്നാൽ ഇക്കാര്യം ഒരു പത്രം വാർത്തയാക്കിയപ്പോഴോ നിർമ്മാണ പിഴവ് എന്നൊരു ശീർഷകം. നിർമ്മാണവും പിഴവും കൂടെ ചേർന്ന് വരുമ്പോൾ നിർമ്മാണ പിഴവ് എന്നാണ് വേണ്ടത്. പക്ഷേ നിർമ്മാണ പിഴവ് എന്ന് ഇങ്ങനെ എഴുതിയിരിക്കുന്നത് കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ മറ്റൊന്ന് പതിയുന്നു. അവിടെ ഇരിക്കുന്ന ആർക്കോ ഈ അക്ഷരം ഇരട്ടിപ്പിക്കണമെന്നുള്ള കാര്യം അറിയില്ല എന്ന്. ഇടിച്ചിൽ തുടരുന്നു എന്ന് മറ്റൊരു പത്രത്തിൽ ശീർഷകം കണ്ടിരുന്നു. ഈ വാർത്ത ഇങ്ങനെയൊക്കെ പോകുമ്പോഴാണ് ഒരു പത്രത്തിൽ ഇടിഞ്ഞെന്നോ വീണെന്നോ അല്ല എഴുതിയിരിക്കുന്നത്. അവിടെ ഇടിഞ്ഞു വീഴുന്ന ശബ്ദം മാത്രം ധ്വനിപ്പിച്ചുകൊണ്ടുള്ള ഒരു വലിയ ശീർഷകമാണ് കണ്ടത്. ധും എന്നൊരു ശബ്ദം മാത്രം. ആ ശബ്ദത്തിൽ എല്ലാം അടങ്ങിയിട്ടുണ്ട്. ഈ പണി സംബന്ധിച്ച കാര്യങ്ങൾ വിലയിരുത്തിയപ്പോൾ വീഴ്ച പറ്റി എന്ന് ദേശീയപാത അതോറിറ്റി അറിയിച്ചതായി ഒരു പത്രം റിപ്പോർട്ട് ചെയ്തിരുന്നു. ഈ പണി പറ്റില്ല എന്ന് ജനവികാരം പ്രതിഫലിക്കുന്ന രീതിയിൽ ഒരു പത്രം എഴുതിയിട്ടുണ്ട്. ഇക്കാര്യത്തിൽ അന്വേഷണവും നടപടിയൊക്കെ വന്നപ്പോൾ പണി കിട്ടി എന്നായിരുന്നു ഒരു പത്രത്തിലെ വിവരണം. അതിനിടെ മറ്റൊരു പത്രത്തിൽ ഒരു വലിയ ശീർഷകം കണ്ടു: ദേശീയ പാതാ നിർമ്മാണം. പാത നിർമ്മാണം എന്ന് മതി, ഒരുപാട് നീട്ടേണ്ട കാര്യമില്ല. നീട്ടിയാൽ ഇടിഞ്ഞു വീഴുമെന്നല്ലേ അറിയുന്നത്. എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിനെ ED എന്ന് വിളിക്കാറുണ്ട്. ഈ ചുരുക്കപ്പേരിനിടയിലൊക്കെ ഒരു കുത്തിടുന്ന ശീലം പത്രങ്ങൾക്കുണ്ടായിരുന്നതാണ്. കുത്തിന് സ്ഥലം വേണ്ടി വരുമെന്നുകൊണ്ട് ഇപ്പോൾ അങ്ങനെ കുത്തൊന്നും ഇടാറില്ല. അതുകൊണ്ടാണല്ലോ ഇടിയെന്നും ODD എന്നുമൊക്കെ നമ്മൾ പത്രത്തിൽ കാണാറുള്ളത്. ഈ പാത ഇടിഞ്ഞ് വീണ സമയത്ത് തന്നെയാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് അഥവാ EDയുടെ പ്രതിച്ഛായയ്ക്ക് ഒരു ഇടിവ് സംഭവിച്ചത്. അതുകൊണ്ട് ഇടിവ് എന്ന് ഒരു ശീർഷകം കണ്ടിരുന്നു. അവിടെ സാധാരണ ഇടിവിൻ്റെ ടാ അല്ല, EDയുടെ ഡായാണ് കണ്ടത്. പണി കിട്ടിയെന്നൊക്കെ നേരത്തെ പറഞ്ഞതുപോലെ ഇടി കിട്ടി എന്നും
ഒരു ശീർഷകമുണ്ടായിരുന്നു. ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞെങ്കിലും അതേക്കുറിച്ചുള്ള പുതിയ വെളിപ്പെടുത്തലുകളും വിശകലനങ്ങളും വാർത്തകളുമൊക്കെ വന്നുകൊണ്ടേയിരിക്കുന്നു. കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നടത്തിയ ഒരു പ്രസംഗത്തിലെ ഒരു വാക്യം ഒരു പത്രത്തിൽ ശീർഷകമായി കണ്ടിരുന്നു. കുങ്കുമം മായ്ച്ചവർ മണ്ണായി എന്നാണ് അവിടെ പറയുന്നത്. എന്തെങ്കിലും മായ്ക്കുമ്പോൾ നമ്മൾ അത് എഴുതുകയാണെങ്കിൽ മായ്ച്ചു എന്നെഴുതുമ്പോൾ ഇരട്ടിച്ചാണ് എഴുതാറുള്ളത്. ഇവിടെ മായ്ച്ചവർ എന്നെഴുതിയിരിക്കുന്നു. ആ എഴുത്ത് ശരിയല്ല എന്ന് മാത്രമല്ല, ചവർ എന്ന് തോന്നിപ്പോകും. ഒരേ കാര്യത്തെ പല രീതിയിൽ അവതരിപ്പിക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞാണല്ലോ തുടങ്ങിയത്. ഇനി അത് സ്പോർട്സ് പേജിൽ എങ്ങനെ വരുന്നു എന്നിവിടെ നോക്കാം. ഇന്ത്യൻ ടെസ്റ്റ് ക്രിക്കറ്റ് ടീമിനെ ശുഭ്മാൻ ഗിൽ നയിക്കും എന്ന് വാർത്തയുണ്ടായി. അപ്പോൾ ഗിൽ സേ എന്ന് ഒരു പത്രം എഴുതി. മറ്റൊരിടത്ത് ശുഭ്മാൻ ഡേയ്സ് എന്ന് വന്നു. ശുഭമാവട്ടെ പുതുയുഗം എന്നാണ് ഒരു പത്രത്തിൽ കണ്ടത്. ഇംഗ്ലീഷിലും ഇങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് നോക്കുമ്പോഴുണ്ട് അവിടെ കിടക്കുന്നത് ശുഭാരംഭ് എന്നാണ്. ശുഭാരംഭ് ഇൻ ഇന്ത്യൻ ക്രിക്കറ്റ് എന്നാണ്. IPL ക്രിക്കറ്റിൽ ഡൽഹി പഞ്ചാബിനെതിരെ 6 വിക്കറ്റ് ജയം നേടി. ഇതിനെങ്ങനെയാണ് പത്രങ്ങൾ എഴുതിയതെന്ന് നോക്കാം. പഞ്ചാബിനെ പറപ്പിച്ച് ഡൽഹിയുടെ സൈൻ ഓഫ് എന്ന് ഒരു പത്രം, ഡൽഹി ജയിച്ചു മടങ്ങിയെന്ന് ഒരു പത്രം, ഡൽഹി ഡാൻസ് എന്ന് മറ്റൊരിടത്ത്. ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെ പത്രങ്ങളിൽ വൈവിധ്യമാർന്ന തലക്കെട്ടുകളുടെ ഡാൻസാണ് പലപ്പോഴും നടക്കുന്നത്. അത് കണ്ടിരിക്കാൻ രസമുണ്ട് താനും. ഇനി ഫോട്ടോ ജേർണലിസം രംഗത്തെ വിശേഷങ്ങൾ. ബി